Hello, today we will consider testing the population proportion. അതായത് ഒരു പോപ്പുലേഷൻ്റെ പ്രപ്പോർഷൻ ഗിവൺ പ്രപ്പോർഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു പോപ്പുലേഷൻ്റെ നമുക്ക് സ്മോക്കിംഗ് ഹാബിറ്റാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ, സ്മോക്കിംഗ് പ്രപ്പോർഷനാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ എൻ്റയർ പോപ്പുലേഷനെ വി വിൽ ഡിവൈഡ് ഇൻ ടു സ്മോക്കേഴ്സ് ആൻഡ് നോൺ സ്മോക്കേഴ്സ്. എന്നിട്ട് സ്മോക്കേഴ്സിൻ്റെ നോൺ സ്മോക്കേഴ്സ് സാമ്പിൾ കളക്ട് ചെയ്യും. അതിനകത്ത് നിന്ന് സ്മോക്കേഴ്സിൻ്റെയോ നോൺ സ്മോക്കേഴ്സിൻ്റെയോ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യും, പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അത് വെച്ച് അനാലിസിസ് നടത്തും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഈ ഇതിനകത്ത് ഒരു സം പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് അതെന്തോ ആയിക്കോട്ടെ അതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ H0 P ഈക്വൽ ടു P0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ n സാമ്പിൾസ് സെലക്ട് ചെയ്തു. സോ സാമ്പിൾ പ്രപ്പോർഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ സാമ്പിൾ സെലക്ട് ചെയ്ത n സാമ്പിൾസിനകത്ത് എത്ര എണ്ണം, അതായത് ഇവിടെ x ആണ് എടുത്തേക്കുന്നത്, സോ എത്ര പേർക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. ആ വാല്യൂ ആണ് എക്സ്. ദെൻ ടോട്ടൽ സാമ്പിൾ സൈസ് n. സോ x/n ചെയ്യുമ്പോൾ സാമ്പിൾ പ്രപ്പോർഷൻ കിട്ടും. ദെൻ ടെസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് t ഈക്വൽ ടു x/n മൈനസ് P0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P0 Q0 ബൈ n. P0 എന്ന് പറയുന്നത് സാമ്പിൾ പ്രപ്പോർഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. ആ P0 Q0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് P0 ആണ് Q0. സോ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് ക്രൈറ്റീരിയൻ കിട്ടും. ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം മുന്നേ നമ്മൾ ചെയ്ത ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് പോലെ തന്നെയാണ്. ഈ ലാർജ് സാമ്പിളുടെ എല്ലാ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും ഒന്നാണ്, ടെസ്റ്റ് ക്രൈറ്റീരിയൻ മാറുന്നു എന്ന് മാത്രം. Okay, so reject H0 P equal to P0 against H1 P greater than P0 if T greater than T alpha, and if reject H0 against H1 P less than P0 if T less than minus T alpha, and reject H0 against H1 P not equal to P0 if mod T greater than T alpha by 2. Here T is the test criterion and T alpha and T alpha by 2 are get from standard normal table for a given significance level. Okay, for that we will consider a problem. Problem is, in a sample of 1000 people in Bihar, 530 are wheat eaters and the rest are rice eaters. Can we assume both rice and wheat eaters are equally popular in this state at 5% level of significance? സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 1000 ആണ്. അതിനകത്ത് വീറ്റ് ഈറ്റേഴ്സ് എന്ന് പറയുന്നത് 530 ആണ്. സോ നമുക്ക് റൈസ് ഈറ്റേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1000 മൈനസ് 530 ചെയ്താൽ കിട്ടും. സോ ഇതിനകത്ത് ഇപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ 530 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 50%ഓളം ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഈക്വലി പോപ്പുലർ ആണ്. സോ പ്രോബ്ലം വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇവിടെ വീറ്റ് ഈറ്റേഴ്സിൻ്റെ തന്നിട്ടുണ്ട്, 5% ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, ഈ ഇതിനകത്തുള്ള റൈസ് ഈറ്റേഴ്സും വീറ്റ് ഈറ്റേഴ്സും ഈക്വലി പോപ്പുലർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ സാമ്പിൾ പ്രപ്പോർഷൻ x/n കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി x എന്ന് പറയുന്നത് 530 ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ് n 1000. സോ 0.58 എന്ന് കിട്ടും. സോ നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് വീറ്റ് ആൻഡ് റൈസ് ഈറ്റേഴ്സ് ആർ ഈക്വൽ പ്രപ്പോർഷൻ എന്നാണ്. ഈക്വൽ പ്രപ്പോർഷൻ മീൻസ് എന്താ, 1/2 ആയിരിക്കും. 1/2 1/2 ദാറ്റ് മീൻസ് 0.5. സോ H0 P ഈക്വൽ ടു 0.5 അഗെയിൻസ്റ്റ് H1 P നോട്ട് ഈക്വൽ ടു 0.5 ജസ്റ്റ് ഈക്വൽ ആണോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നോട്ട് ഈക്വൽ ടു വരും. ടെസ്റ്റ് ക്രൈറ്റീരിയൻ T ഈക്വൽ ടു x/n മൈനസ് P0 ബൈ റൂട്ട് ഓഫ് P0 Q0 ബൈ n. അതിനകത്ത് ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.89 സംതിങ് കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടോ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.89 കിട്ടും. So for a given significance level, 5% means 0.05. From standard normal table, T alpha by 2 എന്ന് പറയുന്നത് 1.96 ആണ്. സോ 1.96 ആണ് വലുത്. സോ മോഡ് T ലെസ് ദാൻ T ആൽഫ ബൈ 2 ആണ്. സോ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ലെസ് ദാൻ ആണ്. സോ വി വിൽ അക്സെപ്റ്റ് ദ ഹൈപ്പോത്തിസിസ്. അക്സെപ്റ്റ് മീൻസ് P ഈക്വൽ ടു 0.5. അതിൻ്റെ മീനിങ് എന്താ, റൈസ് ഈറ്റേഴ്സും വീറ്റ് ഈറ്റേഴ്സും ഈക്വലി പോപ്പുലർ ആണ് അറ്റ് ഗിവൺ സിഗ്നിഫിക്കൻസ് ലെവലിൽ.
ഓക്കെ, ക്ലിയർ ആയോ? സോ ജസ്റ്റ് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, അതിനകത്ത് നിന്നും ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ സ്റ്റഡി ചെയ്യേണ്ടതെന്ന് നോക്കുക. അതിനകത്ത് മേ ബി പ്രപ്പോർഷൻ ആയിരിക്കും ഡയറക്റ്റ് തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ പ്രപ്പോർഷൻ കാണുക, x/n കാണുക. ദെൻ ബാക്കി പി നോട്ട് അത് തന്നിട്ടുണ്ടാവും, ക്യൂ നോട്ട്, പി നോട്ട്. ഒരുവിധം എല്ലാ ക്വസ്റ്റിനകത്തും ഈക്വലി പോപ്പുലർ ആണോ എന്നൊക്കെയാണ് ചോദിക്കുക. അല്ലെങ്കിൽ പോപ്പുലേഷൻ പ്രപ്പോർഷൻ എത്രയാണോ ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - പി നോട്ട് കിട്ടുമ്പോൾ ക്യൂ നോട്ട് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുക വാല്യൂ. അത് 5% ആണോ 1% ആണോ നോക്കുക. ടേബിളിൽ നിന്ന് ടി ആൽഫ ബൈ 2 കാണുക, കമ്പയർ ചെയ്യുക, അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എഴുതുക, കൺക്ലൂഷൻ എഴുതുക. അത്രയേ ഉള്ളൂ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ.